എല്ലാവർക്കും സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ ഞങ്ങൾ. അപ്പം ഇന്ന് എൻ്റെ അച്ഛച്ചേൻ്റെയും അച്ഛമ്മേൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. 41th 24ാം തീയതി ബുധനാഴ്ചയാണ് കേട്ടോ. അപ്പോൾ രാത്രി കേക്ക് മുറിയൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ ആദ്യമായിട്ടാണ് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ. അപ്പം അമ്മ ഇവിടെ നെയ്ച്ചോറും കടായൊക്കെ വെക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ചിക്കനൊക്കെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ ഞങ്ങളെ ഫാമിലീനെ ഞാനിപ്പോൾ കാണിച്ചു തരാം. വൈകുന്നേരം ഞാൻ എല്ലാവരെയും പരിചയപ്പെടുത്തി തരാം. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ലല്ലോ എൻ്റെ ഫാമിലീനെ. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചു തരാം കേട്ടോ. വൈകുന്നേരം കേക്ക് മുറിയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അമ്മായിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ വരും. അപ്പോൾ കേക്ക് മുറിക്കണമൊക്കെ ഞാൻ വൈകുന്നേരം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ അമ്മ ഇവിടെ ചിക്കനൊക്കെ കടായിക്കായിട്ടുള്ള ചിക്കനൊക്കെ പൊരിച്ചിട്ടുണ്ട്. കുറച്ചവിടെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ചിക്കൻ പൊരി. പിന്നെ അതാ ഒരു 6-7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഞങ്ങൾ ഇതുപോലെ ബലൂണൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ കരുതിയത്. സെറ്റ് ചെയ്യണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വീർപ്പിച്ചിടുക, അങ്ങനെ ഒന്ന് ചെയ്യാനൊക്കെ കരുതിയത് കേട്ടോ. എല്ലാവരും വന്നപ്പോൾ ലച്ചുമോക്ക് പിന്നെ കുറവായി, വീഡിയോ എടുക്കാനൊക്കെ മടിയായി. പിന്നെ ഇതാണ് കേക്ക് കേട്ടോ. ഞാൻ തന്നെ ഉണ്ടാക്കിയത്. അതെന്തായാലും ഉറപ്പല്ലല്ലേ ഞാൻ തന്നെയാണ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പം ഞാൻ തന്നെ ഉണ്ടാക്കിയത് കേട്ടോ. പിന്നെ കണ്ണൻ എന്തെങ്ങനെ ഇരിക്കണറിയോ, ഓനെ ഇപ്പോൾ കുറച്ച് നേരത്തെ മേലേക്കൊന്നും പോയി, തറവാട്ടിക്കൊന്നും പോയിട്ടോ. അപ്പോൾ അവൻ്റെ കാലും ഒരു മുറിയായി, കുറച്ച് വലിയ മുറി തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ്, അടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കൊന്നുമില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം. പിന്നെ ആ വേദന ഒന്ന് മാറിയപ്പോൾ പിന്നെ ആളൊന്ന് സെറ്റായി. അതുവരെ അത് അങ്ങനെ ഇരിക്കുന്നു. പിന്നെ ഇതാ കേക്കൊക്കെ കട്ട് ചെയ്യാനായി. അച്ഛനും അമ്മയും കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അവരെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 41ാമത്തെ വർഷമായി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് അവരിങ്ങനെ കേക്ക് കട്ട് ചെയ്യണതും ഇങ്ങനെ ഇതുപോലെ സെലിബ്രേറ്റ് ചെയ്യണതൊക്കെ കേട്ടോ. അപ്പോൾ അച്ഛയ്ക്ക് ഭയങ്കര മടിയാട്ടോ. അച്ഛ കുറേ സ്ഥലത്ത് ചിരിക്കണമൊക്കെ ഉണ്ട്. അപ്പോൾ ഏതായാലും കേക്കൊക്കെ കട്ട് ചെയ്തു. പിന്നെ ആരും വിളിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ഇവിടെ ഏട്ടൻ്റെ പെങ്ങൾ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്മേൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്, ഞങ്ങളുടെ റോഡിൻ്റെ അപ്പുറത്തെ സൈഡാണ്. അപ്പോൾ അമ്മേൻ്റെ വീട്ടിൽ നിന്ന് അമ്മമ്മയും അമ്മയുടെ ചേച്ചിയും അമ്മയുടെ അനിയത്തിയും വന്നിട്ടുണ്ട് കേട്ടോ. അമ്മമ്മയ്ക്ക് 4 മക്കളാണ്. അതിൽ രണ്ടാമത്തെയാണ് കേട്ടോ അമ്മ. 2 അനിയത്തിമാരുണ്ട്, ഒരു ചേച്ചിയുണ്ട് കേട്ടോ. അപ്പം ഇനി എല്ലാവരും അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചേച്ചിയാണ് പോണത്. ചേച്ചി പറഞ്ഞാൽ ഏട്ടൻ്റെ അനിയത്തിയാണ് കേട്ടോ. എനിക്ക് ചേച്ചിയാണ്, അപ്പോൾ ഞാൻ ചേച്ചിന്നാണ് വിളിക്കൽ. പിന്നെ അതാ കണ്ടില്ലേ, ഞാൻ കണ്ണനെ അപ്പോഴൊക്കെ എടുത്തിരിക്കുക കേട്ടോ. ഈ വയലറ്റ് ഷർട്ടാണ് ഏട്ടൻ്റെ അനിയന്. പിന്നെ മറ്റേ ബ്ലാക്ക് ഷർട്ട് ചേച്ചീൻ്റെ ഹസ്ബൻഡാണ്. അവരുടെ വീട് അകമ്പാടത്താട്ടോ. അപ്പോൾ അതാ കേക്ക് പൊന്നിയേച്ചി കൊടുത്തു. പിന്നെ അതാ ഇത് അമ്മേൻ്റെ അമ്മയാണ്, മുത്തശ്ശി. ഇവിടെ കുട്ടികളൊക്കെ മുത്തശ്ശി എന്ന് വിളിക്കൽ, മുത്തശ്ശിയാണ്. പിന്നെ ഇതാ ഏട്ടൻ്റെ അനിയനാണ് കേട്ടോ. ഇത് ഇവരാണ് ചെറുത്. ഏട്ടൻ വലുതും ചേച്ചി രണ്ടാമത്തതും, ചെറുത് ഉണ്ണിയേട്ടനുമാണ് കേട്ടോ. അപ്പോൾ അവരെ ഞാൻ ഏട്ടാൻ തന്നെ വിളിക്കൽ. അപ്പോൾ അവരും കട്ട് ചെയ്തിട്ട് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ ഏട്ടൻ വന്നിട്ടുണ്ട്, ഏട്ടനും കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. പച്ചയ്ക്ക് ഭയങ്കര ചിരിയാട്ടോ. അച്ചയ്ക്ക് ഭയങ്കര കുറവാണ്, അതുകൊണ്ട് അങ്ങനെ ചിരിക്കണേ. അപ്പോൾ ഏട്ടനും കൊടുത്തു. പിന്നെ അതാ ഇത് ചേച്ചീൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഇനി കേക്ക് കൊടുക്കണില്ലേ, മുട്ടായി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു. പിന്നെ അതാ അച്ഛനും അമ്മയ്ക്കൊരു സാരിയാണ്, സെറ്റ് സാരിയാണ് കേട്ടോ കൊടുത്തത്. ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് അമ്മ പറയുകയും ചെയ്തു, ഇങ്ങനെയൊക്കെ ആദ്യമായിട്ടാണ് കിട്ടുന്നത് എന്നൊക്കെ. പിന്നെ ഇതാ ലച്ചു ശ്രീലും കൂടി ഒന്ന് കൊടുത്തു. കണ്ണൻ പോയിട്ടില്ല കേട്ടോ. കണ്ണൻ എൻ്റെ ഒക്കെ തന്നെയായിരുന്നു. ഞാൻ മുറി ഉണ്ടായതുകൊണ്ടേ അവൻ ഇറങ്ങിയിട്ട് തന്നെ അല്ല, പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഒന്ന് ഇറങ്ങിയത്. പിന്നെ ഇതാ പൊന്നിയേച്ചി കൊടുത്തു. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര മടിയാട്ടോ, അങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് പറഞ്ഞപ്പോൾ കുറച്ച് മടിയൊക്കെ ഉണ്ട് വീഡിയോയിൽ വരാൻ. അമ്മേൻ്റെ ചേച്ചി വരുന്നതന്നെ എല്ലാവരും ഞാനില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ബാക്കിലേക്ക് മാറിയിരിക്കുകയാണ്. അപ്പോൾ അമ്മ അവരെയൊക്കെ വിളിക്കുകയാണ്. അപ്പോൾ അവർ പോന്നിട്ടില്ല. അമ്മേൻ്റെ ചേച്ചി വീഡിയോയിൽ എത്തിയിട്ടില്ല. പിന്നെ ഇത് അമ്മേൻ്റെ അനിയത്തി കേട്ടോ, ചെറിയ അനിയത്തിയാണ്. പിന്നെ ഇതാ അത് രഞ്ജു അനിയൻ്റെ ഭാര്യയാണ് കേട്ടോ, ഭാര്യയും മോനും. ഇവർക്കൊരു മോനെന്നേ ഉള്ളൂ, അവനിപ്പോൾ 2 വയസ്സാവണേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ മക്കളൊക്കെ പാടെ കൂടിയിട്ട്
ഒരു ഗിഫ്റ്റ് ഫോട്ടോ ഫ്രെയിം കേട്ടോ, അതാണ് കൊടുത്തത്. കണ്ണൻ അപ്പോഴാട്ടോ ഒന്ന് ഇറങ്ങിയത്, അതുവരെ എൻ്റെ ഒക്കത്തേന്നു. അപ്പോൾ അതിങ്ങനെ കൊടുക്കുകയാണ്, ഈ ഉണ്ടോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചപ്പോൾ അങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ അങ്ങനെ അതും കൊടുത്തു. അപ്പോൾ ഇത് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ കേക്കൊക്കെ കഴിച്ചു കേട്ടോ. കേക്ക് അങ്ങനെ കഴിക്കണതൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ലച്ചുമോൾ ഇഞ്ഞെടുക്കിയമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഓളെടുത്തതാട്ടോ. ഓൾ ആദ്യമൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഞാൻ തന്നെ എടുക്കും വീഡിയോ, ഞാൻ വ്ളോഗാക്കി ചെയ്യും എന്നൊക്കെ പറയുന്നു. പക്ഷെ എല്ലാവരും കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര മടി. ഇവിടെ ചേച്ചീൻ്റെ ഹസ്ബൻഡിനൊക്കെ കണ്ടപ്പോഴേ ഭയങ്കര മടിയായി. അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുകയാണ്. നെയ്ച്ചോറും കടായി കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർക്ക് കിട്ടിയ ഗിഫ്റ്റൊക്കെ ഒന്ന് നോക്കിട്ടോ. രാത്രി ആയതുകൊണ്ട് കുറച്ച് ക്ലിയർ കമ്മിയുണ്ടല്ലേ. പിന്നെ അതാ ഷർട്ട്, ഇത് 2 നൈറ്റി തുണി, പിന്നെ ഇതാണ് കേട്ടോ അച്ഛ കൊടുത്ത സെറ്റ് സാരി. നല്ല രസമുണ്ട് കേട്ടോ അത് കാണാൻ. പിന്നെ എന്താ മുണ്ടും ഷർട്ടും സാരിയും ഒക്കെ ഉണ്ട്. പിന്നെ വേറെ പറയാനുള്ളത് നമ്മുടെ ആ ഫോട്ടോ ഫ്രെയിം നല്ല ഭംഗിയാട്ടോ കാണാൻ. അത് ചേച്ചീൻ്റെ ഫ്രണ്ടിൻ്റെ മോള് ചെയ്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. പ്രൈസും തന്നെ വലിയ പ്രൈസൊന്നുമില്ല, കുറച്ചുകൂടെ സൈസിന് ഇട്ടതിൽ കാണുമ്പോൾ നമുക്ക് സൈസ് തോന്നിക്കാനായിട്ടാണ്. നല്ല സൈസും ഉണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോയിൽ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്